ഇന്നത്തെ സ്പെഷ്യൽ ഒരു മീൻ കറി റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, ചൂര കൊണ്ട് ഒരു സ്പെഷ്യൽ രീതിയിൽ തയ്യാറാക്കിയ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂര എടുത്തിട്ടുണ്ട്. ചൂര എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച ശേഷം ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മൺചട്ടി നന്നായി ഒന്ന് ചൂടായ ശേഷം 2 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ ചൂര കറി വെക്കുന്ന ഒരു രീതിയിലല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഈ ചെറിയ ഉള്ളി 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോട് കൂടെ തന്നെ 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എരിവിന് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ മീൻകറി തയ്യാറാക്കുമ്പം സവാള ഉപയോഗിക്കാതെ ഇത് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പം ഈ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഈ ചെറിയ ഉള്ളിയെല്ലാം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചെറിയ ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം ചെയ്താൽ മതിയാകും. പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകാതെ ആ ഒരു രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പേസ്റ്റായിട്ട് അരയ്ക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയ ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാകും, 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നതിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വറുത്ത് പൊടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനത് നേരത്തെ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് ഇത് ചൂടായ ശേഷം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറിയ ശേഷം എല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ്. ഈ ഒരു തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിനാക്കി എടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാകും. ഒരുപാട് വെള്ളം കൂടിപ്പോകേണ്ട ഈ സമയത്ത് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് ഇതിൽ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ പിഴുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മീൻകറിയിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കരുത്, ഇതിലേക്ക് പിഴുപുളി ചേർത്ത് തയ്യാറാക്കുന്നതാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ മീൻകറിയുടെ ഒരു സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ മീനും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം, എങ്കിലും കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള മീനുകളാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ചൂര ഈ രീതിയിൽ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീനെല്ലാം ഈ ഒരു ചാറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇത് 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മീൻ കറി ഒരുപാട് ചാറോട് കൂടി തയ്യാറാക്കുന്നതല്ല, കുറച്ചൊന്ന് കുറുകിയ രീതിയിലായിരിക്കും നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. കപ്പയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ശരിക്കും ഇത് തയ്യാറാക്കി ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് നന്നായിട്ടൊന്ന് മീനൊക്കെ വെന്ത് ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മീൻകറിക്ക്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം 1-2 കറിവേപ്പില കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയുമായിട്ടുണ്ടെങ്കിൽ കറി തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കി പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.